ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധൂകരിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്ന് ഞാൻ അറിയുന്നു. അറിവില്ലാത്ത ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിക്കുന്നു. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. കേൾക്കുക, ഞാൻ സംസാരിക്കുന്നു, ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണം എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ച ശേഷം തേമാന്യനായ എലീഫാസിനോട് അരുളി ചെയ്തു, എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ 2 സ്നേഹിതന്മാർക്കുമെതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായൊരു സംസാരിച്ചില്ല. തോമാന്യനായ എലീഫാസും ഷൂഹ്യനായ ബിൽദാദും നാമാന്യനായ സോഫാറും കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ്ണമോതിരവും അവന് സമ്മാനിച്ചു. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തേക്കാൾ ധന്യമാക്കി. അവന് 10,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 കാളയും 1,000 പെൺകഴുതിയും ഉണ്ടായി. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൻ ജമ്മ, രണ്ടാമത്തേവൻ കേസിയ, മൂന്നാമത്തേവൻ കേരൻ. ഹാപ്പൂക്ക് ജോബിൻ്റെ പുത്രന്മാരെ പോലെ സുന്ദരിമായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പിതാവ് അവർക്കും സഹോദരന്മാർക്കും അവകാശം കൊടുക്കുന്നു. അതിനുശേഷം ജോബ് 147 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറകളെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണനായി പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു. ഇത്രയുമാണ് വീഡിയോയിലുള്ള. കർത്താവേ, ജോബിൻ്റെ ചരിത്രം ഞങ്ങൾക്ക് ഉത്തേജനമേകുന്നു. സഹനങ്ങളിൽ അങ്ങയെ സേവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.